ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെ ആദർശിന്റെയും സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലൊപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാണ്. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ജലജേനയാണ് കേട്ടോ. അപ്പൊ ജലജ ആണെങ്കിൽ ഇപ്പം മൂർത്തി ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കാണ്. ഇത് കേട്ട് വന്നപ്പോഴത്തേക്കാണെങ്കിൽ ചൊറിഞ്ഞു കയറി ദേവയാനിക്ക്. മാത്രമല്ല നമ്മുടെ ജലജ പറയുന്നത് ഇനിയിപ്പം ഒരു അവസരം ആയല്ലോ ആദർശിന് മുതലെടുക്കാനായിട്ട്. അതായത് ഹോസ്പിറ്റലിലാണ് എന്ന് കരുതിയിട്ട് ഇനിയിപ്പോ ആദർശൻ അങ്ങോട്ടേക്ക് പോവുകയും മുത്തശ്ശന് സോപ്പിടുകയൊക്കെ ചെയ്ത് കൈക്കലാക്കാലോ, ഇവിടെ കയറി പറ്റാലോ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്ക് എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അങ്ങനെ നമ്മുടെ ദേവിയാരി പറഞ്ഞു, അതിന് എന്റെ മോൻ അതിന്റെ ആവശ്യമൊന്നുമില്ല, അവനങ്ങനെ സോപ്പിടാൻ വേണ്ടി ഒന്നും അല്ല പോകുന്നത്, അവന്റെ സോപ്പിടേണ്ട ആവശ്യമില്ല, സോപ്പിടേണ്ട കാര്യമില്ല, അവൻ എന്തിനാ സോപ്പിടുന്നത്? അവൻ എന്ത് സോപ്പിട്ടിട്ട് അവൻ എന്ത് കിട്ടാനാണ്? ദേ ജലജ, നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടരുത്, ആവശ്യമില്ലാത്ത കാര്യം നീ അന്വേഷിക്കണ്ട. അവന്റെ മുത്തശ്ശനെ കാണാൻ പോകും, ചിലപ്പോൾ മുത്തശ്ശൻ അവനുമായിട്ട് സഹകരിച്ചിരിക്കും. അതിനിപ്പോ നിനക്കെന്താണ് പ്രശ്നം? ജലജ, നീ മാറിപ്പോ, നിനക്ക് വേറെ വല്ല ജോലി ഉണ്ട്, നീ പോയി ചെയ്യും. ഇവിടെ ആകപ്പാടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിള്ളി വരുന്നത്. ഒന്ന് നിർത്തുന്നുണ്ടോ എന്റെ പൊന്ന് ജലജ, നീ മാറിപ്പോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി ജലജയെ പറഞ്ഞു. അപ്പൊ ജലജ പറയുന്നത്, അയ്യോ ഞാൻ വേറെ ഒന്നും അല്ല ഏടത്തി പറഞ്ഞത്, അവരങ്ങനെ ഒന്നിക്കുവാണെങ്കിൽ ഒന്നിക്ക്, എനിക്കും അവർ ഒന്നിക്കുന്നത് ഇഷ്ടം തന്നെയാ. ആദർശൻ നയനി ഈ വീട്ടിൽ കയറി വരട്ടെ, അതാ എന്റെ ആഗ്രഹം. നിന്റെ ആഗ്രഹം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാതെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി അതും ഇതും ഒക്കെ പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് ജലജ അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആദർശ് ചെല്ലാതിരിക്കോ? മുത്തച്ഛനോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ദേവയാനിക്കോ അജയനോ ജയനോ ജാനകിക്കോ ആർക്കെങ്കിലും ആയിക്കോട്ടെ, ജലജയ്ക്കോ ഈ പറയുന്ന ജലജയ്ക്കോ ആയിക്കോട്ടെ, നമ്മുടെ ആദർശ് ചെല്ലാതിരിക്കത്തില്ലല്ലോ. പ്രത്യേകിച്ച് മുത്തച്ഛന് വയ്യെന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് ചെല്ലും. അങ്ങനെ ആദർശ് അങ്ങോട്ടേക്ക് ചെന്നു. ആദർശ് അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തച്ഛന് പുറമെ അഭിനയിച്ചല്ലേ പറ്റത്തുള്ളൂ, ഭയങ്കരമായിട്ടും ദേഷ്യപ്പെടുകയാണ്. എന്തിനാണ് നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്താ നീ ഓർത്തോ എനിക്ക് സഹതാപം തോന്നുമെന്ന് നിന്നോട്? നീ എന്നെ കാണാൻ വരുമ്പോഴത്തേക്കും ഞാൻ സഹതപിച്ചിട്ട് നിന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്ന ഓർത്തോ? ഒരിക്കലും ഇല്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവരെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോക്കോ, അല്ലാതെ ഈ ഒരു സമയത്ത് എന്നെ കാണാനായിട്ട് വരുമോ? വേണ്ട, ചിലപ്പോൾ ഞാൻ ചാകും, ചത്താ പോലും വരരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശന് ഇങ്ങനെ വല്ലാണ്ട് അങ്ങ് ഷൗട്ട് ചെയ്തു. എന്നിട്ട് ഒരു നിറവയറുള്ള ഒരു പെണ്ണിനെ വിളിച്ചോണ്ടല്ലേ നീ ഇറങ്ങിപ്പോയത്? വിളിവുള്ളവർ അങ്ങനെ ചെയ്യുവോ? ഇല്ലല്ലോ. ഇനിയിപ്പം ഇറങ്ങിപ്പോയാലും എനിക്കൊരു ചുക്കുമില്ല, എനിക്കൊരു ചൂടാവൂല, എന്താണെങ്കിലും നീ കാണിക്ക്, എനിക്കൊരു പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, മുത്തച്ഛന്റെ വയ്യായിക എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ വന്നതാ, അല്ലാതെ ഒരിക്കലും മുതലെടുക്കാൻ വേണ്ടി വന്നതൊന്നും അല്ലാന്ന് പറഞ്ഞപ്പം എന്താണെങ്കിലും മതി, പൊക്കോ, ഇറങ്ങിപ്പൊക്കോ, എനിക്ക് കാണേണ്ടത് പറഞ്ഞില്ലേ, എനിക്ക് ഇനി ഇങ്ങോട്ട് വന്നു പോകരുത്, അസുഖക്കാരനാ ഞാന്, ചിലപ്പോ അസുഖം വരാതിരിക്കും അന്നും പറഞ്ഞാൽ അതിന്റെ ഇതും പിടിച്ചോണ്ട് ആരും കൊടയെ പിടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ടെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ്. ഏതായാലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് നമ്മുടെ ആദർശിനെയും നയനെ അങ്ങ് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടെ ഒരു ഡോക്ടർ വന്ന് പറഞ്ഞു, എന്താ മൂർത്തി സാറ് ഈ കാണിക്കുന്നത്? മൂർത്തി സാറിന് ഇപ്പൊ നല്ല രീതിയിൽ തന്നെ അസുഖം ഭേദമായിട്ടുണ്ട്. അതിനൊരു ഉത്തരവാദി എന്നല്ല, അതിനൊരു കാരണക്കാരൻ ആദർശ് തന്നെയാണ്. നേരത്തെ എങ്ങനെയാണോ ഇദ്ദേഹത്തിന്റെ ശരീരം ഇരുന്നത്, പക്ഷെ അതുപോലെയല്ല ഇപ്പം കൊച്ചുമകൻ വന്നിട്ട് പോയിട്ട് ഇരിക്കുന്നത്. പിന്നെ അറിയാലോ, ഈ അസുഖം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ തളർന്ന കൊച്ചുമകനാണ്. അതന്ന് ഞങ്ങൾ കണ്ടതാ. നിങ്ങൾക്കിടയിലുള്ള സ്നേഹം, നിങ്ങൾക്കിടയിലുള്ള പരിഗണന, നിങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇഷ്ടങ്ങള് അനിഷ്ടങ്ങള്, ഇതെല്ലാം ഞങ്ങൾ കണ്ടിട്ടുള്ളവരാ. എനിക്ക് നന്നായിട്ട് മൂർത്തി സാറിനെയും മൂർത്തി സാറിന്റെ കുടുംബത്തെയും ഒക്കെ അറിയാവുന്നതാ. പിന്നെ എന്തിനാ മൂർത്തി സാറെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? അത് എന്തിനാണ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു പ്രശ്നം? ഇപ്പം ഈ ഒരു ശരീരം പഴയ ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിപ്പം വന്നുപോയ ആൾക്ക് അതിന് ക്രെഡിറ്റ് കൊടുക്കണ്ടേ? കാരണം കൊച്ചുമകനെ കണ്ടപ്പോൾ മുതൽ ഈ ശരീരം നോർമൽ ആയിട്ടുണ്ടെന്ന്. അപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, അല്ല ഡോക്ടർ അല്ല, മൂർത്തി പറഞ്ഞു, അതൊക്കെ ശരിയായിരിക്കാം ഡോക്ടർ, പക്ഷെ ഈ വിവരം ആരോടും പറയരുത് കേട്ടോ. ഈ വിവരം ഇപ്പം തൽക്കാലം ആരും അറിയരുത്, എന്റെ വീട്ടിൽ ആരും അറിയരുത്. അയ്യോ, അതെന്താ മൂർത്തി സാർ അങ്ങനെ പറയുന്നത്? കൊച്ചുമകൻ വന്നത് നല്ലതാണെങ്കിൽ അത് എല്ലാവരും അറിയുന്നതല്ലേ? വേണ്ട, തന്നോടല്ലേ പറഞ്ഞത്, ഇതാരോടും പറയരുത്, അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണെന്ന് കരുതിയാൽ മതി. ഏതായാലും മൂർത്തി സാറിന് എനിക്ക് പണ്ട് മുതലേ അറിയാം. സാറിനോടുള്ള ഒരു ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും സാർ പറയുന്ന പോലെ ഞാൻ കേൾക്കാം, ഇത് ഞാൻ ആരോടും പറയില്ല എന്നാ ഡോക്ടറും പറഞ്ഞു. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അജയൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അജയൻ പറഞ്ഞു, അല്ല അച്ഛ, ആദർശ് വന്നായിരുന്നല്ലോ? വന്നായിരുന്നു, നീയൊക്കെ കൂടി പറഞ്ഞു വിട്ടതായിരിക്കുമല്ലേ? ഈ സമയം നോക്കി പറഞ്ഞു വിട്ടു കഴിഞ്ഞാല് അച്ഛാ, ഞങ്ങൾ പറഞ്ഞു വിട്ടതൊന്നുമല്ല,
അച്ഛനെ കാണാനായിട്ട് അവൻ വരില്ല എന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അച്ഛൻ എന്തെങ്കിലും ഉണ്ടായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഓടിയെത്തുന്ന കൊച്ചുമകനല്ലേ അവൻ അത്രമാത്രം സ്നേഹമില്ലേ? അവനിപ്പോ ഒരു അബദ്ധം പറ്റി, മൂർത്തീസ് ജ്വല്ലറി താഴ്ന്നു പോയി, ആ ഒരു സംഭവം നടന്നെന്ന് പറഞ്ഞുകൊണ്ട് മുത്തച്ഛനോടുള്ള സ്നേഹം അവന് കുറയത്തൊന്നുമില്ല. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അവന് സ്നേഹം കുറയത്തില്ല. കൂടുതൽ പറയണ്ട അവനെക്കുറിച്ചൊന്നും. എനിക്ക് ഡിസ്ചാർജാ വേണ്ടത്. എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണം. ഞാൻ ഇവിടെ കിടന്നാൽ ശരിയാവില്ല. വീട്ടിൽ പോയാലേ എനിക്ക് ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ ഡോക്ടറിനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയാ. ഡോക്ടറിനെ നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ചൊന്നുമല്ല, ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. കാരണം അറിയാലോ, നമ്മുടെ മൂർത്തിയുടെ അസുഖങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു നമ്മുടെ കൊച്ചുമകൻ വന്നപ്പോ തന്നെ. അപ്പൊ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഡോക്ടർ പൊക്കോളാൻ പറയുന്നത്. പക്ഷെ അവിടെ അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഡോക്ടറോട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് മേടിച്ചതെന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഭിയുടെ പെങ്ങളും അച്ഛനും ഒക്കെയാണ്. അപ്പൊ അവരാണെങ്കിൽ മൂർത്തിയുടെ ഈ ഒരു വിവരം പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. ഇനിയിപ്പൊ കിളവൻ തട്ടിപ്പോകുമ്പോളെ, കിളവൻ തട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോ എന്താ, ക്യാൻസർ ഒക്കെ വന്നാലേ ഇനി എത്ര നാൾ ജീവിക്കും? ഏതായാലും നമ്മൾ ഈ ഒരു സമയത്ത് അഭിനയൊക്കെ കൈക്കലാക്കി വെക്കണം. എല്ലാവരെയും കൈക്കലാക്കി വെച്ച് കഴിഞ്ഞാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മുമ്പിൽ കാണേണ്ടത് നവ്യാണ്. അവൾക്കാണ് കുറച്ച് പൈസയോടൊക്കെ കുറച്ച് ഭ്രമമുള്ളത്. മാത്രമല്ല അവൾക്ക് മോഡലിംഗ് അതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ, ഒരുപടി മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവളെ നമ്മൾ മുറുകെ പിടിക്കണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അഭിയുടെ പെങ്ങളോട് പറയാണ്. അപ്പൊ ഇത് അഭിയുടെ പെങ്ങള് കേട്ട് കഴിയുമ്പോഴത്തേക്കും വളരെ എന്താ പറയാ, വളരെയധികം ആലോചിച്ച് ഇവര് തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. ഒരിക്കലും ഇനിയിപ്പം നമ്മുടെ എം ജ്വല്ലറിനേക്കാളും മുമ്പിലേക്ക് കടന്നു പോകാൻ പാടില്ല മൂർത്തീസ് ജ്വല്ലറി. അത് സ്റ്റോപ്പ് ചെയ്യണം. അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മൂർത്തി നൈസായിട്ട് നീങ്ങുന്നത് ഇതൊക്കെ അറിയാൻ വേണ്ടി തന്നെയാണ് കേട്ടോ. സത്യങ്ങളൊക്കെ മൂർത്തിക്ക് അറിയണം. സത്യങ്ങളൊക്കെ മൂർത്തിക്ക് അറിയണമെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോയാലേ പറ്റത്തുള്ളൂ. ഇനിയിപ്പം ആദർശിനോട് കുറച്ച് നാള് വിരോധം കാണിച്ചാലും കുഴപ്പമില്ല, നൈസായിട്ട് ഇങ്ങനെ പോകണമെന്ന് തന്നെയാണ് ഇവരുടെ ആ ഒരു തീരുമാനം. അതായത് മൂർത്തിയുടെ ഒരു തീരുമാനം. സത്യങ്ങൾ വെളിയിൽ കൊണ്ടുവരണം. ആദർശിന്റെ നിരപരാധിത്വം ഇനിയിപ്പം മൂർത്തിക്കും തെളിയിക്കണം. അത് മൂർത്തിക്കും തെളിയിച്ചേ മൂർത്തി അടങ്ങും. ഈ സമയത്ത് നമ്മുടെ ആദർശിനെയും നയനെയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ആദർശിന് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് നയനയോട്, പുറത്ത് വെച്ച് അവഗണിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു മുത്തശ്ശന്? അങ്ങനെ പുറത്ത് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തിനാ അവഗണിക്കുന്നത്? ഞാനൊരു തെറ്റ് ചെയ്തു, ആ തെറ്റിന് ഇനി ഇതുപോലെ പീഡിപ്പിക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് എന്താ ആദർശേട്ടൻ ഒന്നും അറിയാതെ പറയുന്നത്? ആദർശേട്ടൻ തന്നെ പറഞ്ഞിട്ടില്ലേ, മൂർത്തീസ് ജ്വല്ലറി ഒരിക്കലും താഴ്ന്നു പോയിട്ടില്ല ഇതുവരെ. അവരെല്ലാവരും കഷ്ടപ്പെട്ട് പടുത്തുയർത്തിക്കൊണ്ട് വന്ന ഒരു സ്ഥാപനം, അത് ആദർശേട്ടൻ കാരണം താന്നു പോയപ്പം മുത്തച്ഛൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് ആദർശേട്ടൻ തന്നെയല്ലേ പറയുന്നതെന്ന് പറയുമ്പോ അതൊക്കെ ശരിയാണ്. എങ്കിൽ പോലും കുടുംബത്തെ കുടുംബമായിട്ട് കാണണം, ബിസിനസ്സിനെ ബിസിനസ് ആയിട്ട് കാണണം എന്നാണ് എപ്പോഴും നമ്മുടെ മുത്തച്ഛൻ പറയാറുള്ളത്. അങ്ങനെ മുത്തച്ഛൻ കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, ബിസിനസ്സിനെക്കാളൊന്നും മുത്തച്ഛൻ പറയാറുണ്ട്, അത് പ്രാവർത്തികമാക്കാറുമുണ്ട്. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ. കുടുംബത്തെ ആണോ ബിസിനസ്സിനെ ആണോ സ്നേഹിക്കുന്നത് എന്ന് സത്യം പറഞ്ഞ ഇപ്പം വ്യക്തമായില്ലേ. മുത്തച്ഛനെ ഇപ്പം വലുത് വേറൊന്നുമല്ല, മൂർത്തീസ് ജ്വല്ലറി തന്നെയല്ലേ. എങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ മുത്തശ്ശൻ ചെയ്യില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആദർശേട്ട. വെറുതെ മുത്തശ്ശനെ കുറ്റപ്പെടുത്തണ്ട. അറിയാലോ, ആദർശേട്ടനോടുള്ള വിശ്വാസം കാരണമല്ലേ ആദർശേട്ടനെ അവിടെ MD ആക്കിയതും ആദർശേട്ടന് എല്ലാ അധികാരങ്ങളും ഒക്കെ തന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെ സംഭവിച്ചപ്പോഴത്തേക്കും മുത്തശ്ശന് താങ്ങാനോ സഹിക്കാനോ പറ്റിയില്ല. അങ്ങനെ മാത്രം കരുതിയാൽ മതി ആദർശേട്ട. അല്ലാതെ മുത്തശ്ശനെ കുറ്റപ്പെടുത്തണ്ട. കാർന്നവന്മാരാണല്ലോ അവരായിട്ട് കൊണ്ടുവന്ന ഒരു അന്തസ്സും അഭിമാനവും ഒക്കെയാണ് മൂർത്തീസ് ജ്വല്ലറിയുടെ ഉന്നമനം. ആ സംഭവം, ആ ഒരു ഇത് ഇപ്പം താന്നു നിൽക്കുകയാണ്. ഒരു തട്ടെടുത്താല് എപ്പോഴും അത് താന്ന് തന്നെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ആ താന്ന് നിൽക്കുന്ന ഒരവസ്ഥയില് നമ്മള് ഇനിയിപ്പം ന്യായവും അന്യായവും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദർശേട്ടൻ സങ്കടപ്പെടാതിരിക്കുക. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും. ആദർശേട്ടൻ മനസ്സിലാക്കും മുത്തച്ഛൻ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അന്ന് ആദർശേട്ടനെ ചേർത്ത് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ നയന. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജനെയും അഭിനയാണ്. അങ്ങനെ നമ്മുടെ ജലജ പറയാ, ഒരിക്കലും ആദർശ നയനെയും ഇതിന്റെ പേരിൽ പോലും ഇങ്ങോട്ട് തിരിച്ചു പിടിച്ച് കയറി വരാൻ പാടില്ല. മുത്തശ്ശൻ ഇനി വയ്യായിക വന്നു എന്നും പറഞ്ഞൊന്നും തിരിച്ചു പിടിച്ച് കയറിക്കൊണ്ട് വരാൻ പാടില്ല, അത് നമ്മളെ ബാധിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അഭി പറയാണ്, അത് പിന്നെ എനിക്ക് ഒരു ജോലി ശരിയാക്കി തരാന്ന് നവ്യ പറഞ്ഞിട്ടുണ്ട് AM ജ്വല്ലറിയിൽ. ഓഹോ, നീ എന്താ ഇനിയിപ്പോ AM ജ്വല്ലറിയിൽ പോവാണോ? എടാ മരമണ്ട, എടാ പൊട്ട, എടാ കഴുതേ, നീ ഒരിക്കലും അവരുടെ വശത്ത് നിൽക്കുന്നതായിട്ട് തോന്നരുത്. ഒരിക്കലും അങ്ങനെ ആവരുത്. നവ്യ അവിടെ നിന്നോട്ടെ,
അത് പ്രശ്നമുള്ള കേസല്ല. പക്ഷെ നീ എപ്പോഴും നിന്റെ മുത്തച്ഛന്റെ കൂടെയും അജയേട്ടന്റെ കൂടെയും ജയേട്ടന്റെ കൂടെയും ഒക്കെ നിന്നുകൊണ്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. നീ ഒരിക്കലും AM ജ്വല്ലറി ആയിട്ട് ബന്ധമുണ്ട് എന്ന് അറിയരുത്. നമുക്ക് നവ്യനെ വെച്ച് അവിടെ കളിക്കാം. അവിടെ നവ്യ നിന്നോട്ടെ, നവ്യനെ വെച്ച് നമുക്ക് അവിടെ കളിക്കാൻ പറ്റും. പക്ഷേ അഭി, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പിടികിട്ടും. നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവില്ലേ അവരുടെ കൂടെ നീ കൂടിയെന്ന്. അതൊരിക്കലും അതാവരുത്. അതങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാനുള്ള പല കാര്യങ്ങളും ഇവിടെ നിന്ന് കിട്ടാതെ പോകും. അതുകൊണ്ട് കിട്ടാനുള്ളതൊക്കെ മേടിച്ചെടുക്കണം അഭി. നീ എപ്പോഴും നല്ല പേരിൽ തന്നെ നിൽക്കണം. ഈ ചീത്തപ്പേര് മാറി നീ നല്ല പേരിലേക്ക് വരണം. ഈ ആദർശ് പോയ ആ ഒരു സമയത്ത്, ആ ഒരു സ്പേസിൽ നീ നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ ഈ MD സീറ്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ നിനക്ക് വന്നേക്കും. MD സീറ്റ് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യത്തിലേറെ കൈയിട്ട് വാരാൻ കഴിയും. പക്ഷേ AM ജ്വല്ലറിയുടെ കൂടെ പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ നീ എന്ത് ചെയ്യും? നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ വരില്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും നീ AM ജ്വല്ലറിയുടെ വശത്ത് നിൽക്കരുത്. നമുക്ക് നവ്യനെ അവിടെ നിർത്താം. നവ്യനെ അവിടെ നിർത്തി അവിടുത്തെ കാര്യങ്ങൾ നമുക്കറിയാം, അവിടുത്തെ കരുവുകൾ നമുക്ക് നീക്കാം. പക്ഷേ നവ്യ പറഞ്ഞുകൊണ്ട് അത് പറയുന്നത് കേട്ട് നീ AM ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഇനി ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. പൊട്ടത്തരം കാണിച്ചു വെക്കാതെ അഭി, നീ ഇപ്പം വെറും പൊട്ടനായിക്കൊണ്ടിരിക്കുക. നിന്റെ ഭാര്യ ബുദ്ധിയുള്ളവള് തന്നെയാ, അവള് ബുദ്ധിപരമായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ അവള് ചെയ്യുന്ന ഈ ബുദ്ധി കുബുദ്ധിയാന്ന് നമുക്ക് അറിയത്തില്ല. അതൊക്കെ പോട്ടെ. പക്ഷെ നമുക്കിപ്പോ അതൊക്കെ ആവശ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കര തീരുമാനങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഒരിക്കലും ആദർശം നയനി ഇങ്ങോട്ട് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ. ഇതൊക്കെ കാത്ത് കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരുന്നല്ലേ നയനി ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ടും ആദർശനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടാനായിട്ടും. അപ്പൊ പറ്റിയൊരു അവസരമല്ലേ, പറ്റിയൊരു ചാൻസ് അല്ലേ, അത് നഷ്ടപ്പെടുത്തില്ലല്ലോ. ഏതായാലും ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശൻ ഡിസ്ചാർജ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരികയാണ്. അപ്പം നമ്മുടെ ജയനുണ്ട്, അജയനല്ല കേട്ടോ, ജയനുണ്ട്, ദേവയാനിയുണ്ട്, മുത്തശ്ശിയുണ്ട്, നമ്മുടെ അനിയുണ്ട്. അപ്പം ഇവരെല്ലാവരും നിൽക്കുവാണ്. അപ്പൊ ഇവരെല്ലാവരും നിന്ന് മുത്തച്ഛൻ വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയും. അപ്പം ദേവയാനി ചോദിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലല്ലോ അച്ഛാന്ന് ചോദിക്കുമ്പോ ഇപ്പൊ പ്രശ്നമൊന്നും ഇല്ല എന്നൊക്കെ പറയാണ്. അപ്പം ജയനും പറഞ്ഞു, ഇനിയിപ്പം ഹോസ്പിറ്റലിൽ നിന്ന് വരാന്ന് ഡോക്ടർ പറഞ്ഞിട്ടല്ല, അച്ഛൻ നിർബന്ധിച്ച് ഡിസ്ചാർജ് മേടിച്ചതാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിയോട് ചോദിക്കുകയാണ്, അല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാണ് അപ്പം വിളിച്ച് പുറത്തുള്ളവരെ അറിയിക്കുന്നത്? ഇറങ്ങിപ്പോയവരെ ഇറങ്ങിപ്പോയി, അവരെ വിളിച്ച് അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും, അയ്യോ അച്ഛൻ, ഞാൻ അങ്ങനെ വിളിച്ച് പറഞ്ഞതോ വിളിച്ച് അറിയിച്ചതോ ഒന്നുമല്ല, നയനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു നയന മോള്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവരെന്നെ കാണാൻ വന്നെന്ന് പറഞ്ഞു. അവര് ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് ആരും എൻ്റെ അടുത്ത് വരണ്ട. അതെനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങളാ. ഇറങ്ങിപ്പോയി. ഈ വീട്ടിലെ കാര്യം ഈ വീട്ടിലുള്ളവർ അറിഞ്ഞാൽ മതി, ഈ വീട്ടിൽ താമസിക്കുന്നവർ അറിഞ്ഞാൽ മതി, അല്ലാതെ വെളിയിൽ ആരെയൊന്നും കൂടുതൽ കൂട്ടി ഘോഷിക്കൊന്നും വേണ്ട എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ അനിയോട് പറയുന്നുണ്ട്, ഏതായാലും ഞാൻ നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട്. നീ MD എന്ന നിലയ്ക്ക് നമ്മൾ താന്നുപോയ ഇനിയിപ്പോ ഉയർന്നു വരണമല്ലോ, അതിനുവേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളും മീറ്റിംഗ് ഒക്കെ ഇനിയിപ്പോ നാളെ കഴിഞ്ഞും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. അതിൽ നീ പങ്കെടുക്കണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അനി അവിടെ ഒന്നും അല്ലാട്ടോ ശ്രദ്ധ. അനി പറയുക, മുത്തച്ഛൻ എന്ത് പണിയാ കാണിച്ചത്? നയനയടുത്ത് ആദർശേട്ടന് വന്നപ്പം ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിക്കത്തില്ലായിരുന്നു സന്തോഷത്തോടു കൂടി അവരോടൊന്ന്. ഇത് കേട്ടത് മുത്തശ്ശന് ദേഷ്യം വന്നു കേട്ടോ. മുത്തശ്ശൻ ഒന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഏതായാലും ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. നയനയുടെയും ആദർശിന്റെയും വിശേഷമായിട്ട് നമുക്ക് കാണാമേ. കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരുന്നതാണ്, ചെയ്യുന്നില്ലായിരുന്നു. നമ്മൾ അങ്ങോട്ടേക്ക് ഇനിയിപ്പോൾ ചെയ്യുന്നതായിരിക്കും. കാരണം മക്കൾക്കൊക്കെ വെക്കേഷനൊക്കെ ആകാറായി, എക്സാം ആണ് ഇനി. ഇപ്പൊ എക്സാം ഒക്കെ കഴിഞ്ഞ് പിള്ളേർക്ക് വെക്കേഷനൊക്കെ ആയല്ലോ. അപ്പൊ നമുക്ക് രാവിലെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ മക്കളെ സ്കൂളിൽ വിടുന്ന ആ ഒരു സമയത്ത് വീഡിയോസ് ചെയ്യാൻ സമയം കിട്ടാത്തത് കേട്ടോ. രാവിലെ എണീറ്റ് 2 വീഡിയോ 3 വീഡിയോ ചെയ്യാനുള്ള ടൈമേ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോ വെക്കേഷൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് മാക്സിമം വീഡിയോ എല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ. അതുപോലെ ലൈക്ക് അടിച്ചിട്ട് എല്ലാവരും കയറി വരിക കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും കൂടെ കൊടുത്തിട്ട് വേണം എല്ലാവരും നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാനായിട്ട്. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാനായിട്ട് ഒരു ലൈക്ക് അടിച്ചിട്ട് വേണേ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ഒക്കെ ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.